ഹായ് ഹലോ മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയിൽ ഇപ്പോൾ മഞ്ഞുകാലമൊക്കെ കഴിഞ്ഞിട്ട് സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിൻ്റർ സീസണിൽ നമ്മൾ എവിടെ നോക്കിയാലും മൊട്ടയായിട്ടുള്ള മരങ്ങൾ മാത്രമാണ് കാണുന്നത്. പക്ഷേ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഈ മൊട്ടയായിട്ടുള്ള മരങ്ങളിലൊക്കെ മൊട്ടിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയല്ല, സ്പ്രിംഗ് സീസൺ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തത്. കൂടാതെ ഇപ്പോഴത്തെ സ്പ്രിംഗ് സീസണിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. സ്പ്രിംഗ് സീസൺ തുടങ്ങുമ്പോൾ തണുപ്പായിരിക്കും, പിന്നെ ആ തണുപ്പ് മാറി നല്ല ചൂടുള്ള കാലാവസ്ഥയിലോട്ട് പോവും. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെയിൽ വന്നിട്ട് പോകാറുണ്ട്. അങ്ങനെ വെയിൽ വന്നിട്ട് പോകുമ്പോഴാണ് ഈ മൊട്ടയായിട്ടുള്ള മരങ്ങളിൽ ഇങ്ങനെ മൊട്ടൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത്. പിന്നെ ചില മരങ്ങളിൽ ആദ്യം വിടരുന്നത് പൂക്കളായിരിക്കും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഇലകൾ വരുന്നത്. എന്നാലോ ചില മരങ്ങളിൽ ഇലകളായിരിക്കും ആദ്യം വരുന്നത്, പിന്നീടാണ് പൂക്കൾ വരുന്നത്. ഇലകളില്ലാതെ പൂക്കൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന മരങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല തണുപ്പും ചില ദിവസങ്ങളിൽ വെയിലുമാണ്. അപ്പോൾ വെയിൽ വരുന്ന സമയത്ത് ചെടികളൊക്കെ ഇങ്ങനെ തലപൊക്കി വരുന്നുണ്ട്. ഈ കാണുന്ന പൂവാണ് സ്പ്രിംഗ് സീസണിലെ താരം. സ്പ്രിംഗ് സീസണിൽ ആദ്യം വിടർന്നു വരുന്ന പൂവാണിത്. ഈ പൂവിൻ്റെ പേര് ക്രോക്കസ് എന്നാണ്. പല പല നിറങ്ങളിൽ ഈ ക്രോക്കസിനെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു പൂവാണിത്. സ്പ്രിംഗ് സീസണിൽ മാത്രം വിടരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് തന്നെ വാടിപ്പോകും കേട്ടോ. മിക്ക ആൾക്കാരുടെ വീട്ടിലും നമുക്ക് ഈ ഒരു ക്രോക്കസ് പ്ലാന്റ് കാണാം. സ്പ്രിംഗ് സീസണിലെ വൈകുന്നേരങ്ങളിൽ നടക്കാനിറങ്ങുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. ഇത്രയും ഭംഗിയുള്ള പൂക്കളൊക്കെ ആസ്വദിച്ച് നമുക്ക് നടക്കാം. മഞ്ഞുകാലമാകുമ്പോൾ നമ്മൾ ഇത്രയും നിറങ്ങളും ഇത്രയും പച്ചപ്പൊന്നും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് സ്പ്രിംഗ് സീസൺ വരുമ്പോൾ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന കാഴ്ചയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ മഞ്ഞൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത്തെ കാലാവസ്ഥ വിശ്വസിക്കാൻ പറ്റത്തില്ല. ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ മഞ്ഞുവീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ സ്പ്രിംഗ് സീസണിലെ തുടക്കത്തിൽ തന്നെ ഫ്രീസിങ് റെയിൻ ഉണ്ടായിരുന്നു. ഫ്രീസിങ് റെയിൻ വരുമ്പോൾ ഈ മരങ്ങളിലെല്ലാം ഐസ് പിടിച്ചിരിക്കും. അപ്പോൾ ഈ ചെറുതായിട്ട് മൊട്ടൊക്കെ വന്ന ആ മൊട്ടിലൊക്കെ ഐസ് പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്തായാലും സമ്മർ സീസൺ തുടങ്ങാറായി. ഞാൻ എൻ്റെ പച്ചക്കറിത്തോട്ടത്തിലേക്കുള്ള വിത്തൊക്കെ മുളപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വർഷത്തെ എൻ്റെ പച്ചക്കറിത്തോട്ടം ഒന്നുകൂടി വിപുലമാക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. കാനഡയിലെ സ്പ്രിംഗ് സീസണിലെയും സമ്മർ സീസണിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ അടങ്ങുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്